أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ചരിത്രത്തിൽ മക്ക വിജയം സംബന്ധിച്ച് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വപ്നത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഹസ്രത്ത് അബൂബക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ തന്റെ സ്വപ്നം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഒരു സ്വപ്നം കാണിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു: അങ്ങ് മക്കയുടെ സമീപമെത്തിയിരിക്കുന്നു. ഒരു പട്ടി കുരച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വന്നു. നമ്മൾ അതിനടുത്തെത്തിയപ്പോൾ അത് മലർന്നു കിടന്നു. അതിൽ നിന്ന് പാൽ ഒഴുകാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ ഉപദ്രവം നീങ്ങുകയും ഉപകാരം സമീപസ്ഥമാവുകയും ചെയ്തിരിക്കുന്നു. അത് നിങ്ങളുടെ സാമീപ്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭയത്തിൽ വരുന്നതാണ്. നിങ്ങൾ അവരിൽ ചിലരെ കണ്ടുമുട്ടുന്നതാണ്. ഈ വ്യാഖ്യാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അബൂ സുഫിയാനെ കണ്ടാൽ വധിക്കരുത്. അങ്ങനെ മുസ്ലിങ്ങൾ അബൂ സുഫിയാനെയും ഹക്കീം ബിൻ അസാമിനെയും മറു സുഹർ എന്ന സ്ഥലത്ത് കണ്ടുമുട്ടുകയുണ്ടായി. ഇബ്നു അഖ്ബ വിവരിക്കുന്നു, അബൂ സുഫിയാനും ഹക്കീം ബിൻ ഹസാമും തിരിച്ചു പോകുമ്പോൾ ഹസ്രത്ത് അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചതിൽ ആശങ്കയുണ്ട്. ഈ പരാമർശം, അതായത് അബൂ സുഫിയാൻ എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുസരണം അംഗീകരിച്ചതെന്നും ഇസ്ലാമിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചതെന്നും നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതായാലും ഹസ്രത്ത് അബ്ബാസ് പറഞ്ഞു, അയാളെ തിരിച്ചു വിളിക്കാം. അയാൾ ഇസ്ലാമിനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കുകയും അങ്ങയോടൊപ്പമുള്ള സൈന്യത്തെ കാണുകയും ചെയ്യട്ടെ. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഇബ്നു അബി ഷൈബ നിവേദനം ചെയ്യുന്നു, അബൂ സുഫിയാൻ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ഹദ്രത്ത് അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അബൂ സുഫിയാനെ സംബന്ധിച്ച് അയാളെ വഴിയിൽ തന്നെ തടയാൻ കൽപ്പന നൽകിയാലും. ഇനി ഒരു നിവേദനത്തിൽ ഇബ്നു ഇസ്ഹാഖ് വിവരിക്കുന്നു, അബൂ സുഫിയാൻ തിരികെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബ്ബാസിനോട് പറഞ്ഞു, അബൂ സുഫിയാനെ താഴ്വരയുടെ താഴ്വരത്ത് തടയുക. അങ്ങനെ ഹദ്രത്ത് അബ്ബാസ് അബൂ സുഫിയാനെ കണ്ടുമുട്ടുകയും തടയുകയും ചെയ്തു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, അല്ലയോ ബനി ഹാഷിം, നിങ്ങൾ വഞ്ചിക്കുകയാണോ? ഹദ്രത്ത് അബ്ബാസ് പറഞ്ഞു, നബി കുടുംബം വഞ്ചിക്കുന്നതല്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും വഞ്ചിക്കുന്നതല്ല. നിങ്ങൾ രാവിലെ വരെ കാത്തിരിക്കൂ. അങ്ങനെ അള്ളാഹുവിന്റെ സൈന്യത്തെ കാണൂ. മുസ്ലിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് കാണൂ. തുടർന്ന് ഹദ്രത്ത് അബ്ബാസ് അബൂ സുഫിയാനെ താഴ്വാരത്ത് രാവിലെ വരെ തടഞ്ഞു വെച്ചു. ഇസ്ലാമിക സൈന്യം അബൂ സുഫിയാന്റെ മുന്നിലൂടെ പോകുന്നത് പരാമർശിച്ചുകൊണ്ട് സുബുലുൽ ഹുദ വർ റഷാദ് എന്ന പുസ്തകത്തിൽ പറയുന്നു, അബൂ സുഫിയാന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പച്ച നിറമണിഞ്ഞ സൈന്യം, അതിൽ മുഹാജിരികളും അൻസാറും ഉണ്ടായിരുന്നു, കാണപ്പെട്ടു. അതിൽ കൊടിയും കൊടിമരവും ഉണ്ടായിരുന്നു. അൻസാറിലെ ഓരോ ഗോത്രത്തിന്റെയും പക്കൽ കൊടിയും കൊടിമരവും ഉണ്ടായിരുന്നു.
അവർ ലോകത്താൽ വിഭൂഷിതരായിരുന്നു. അതായത് ആയുധങ്ങളും മറ്റുമായി പടച്ചട്ട അണിഞ്ഞവരായിരുന്നു. അവരുടെ കണ്ണുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. അവർക്കിടയിൽ ഇടയ്ക്കിടെ ഹദ്റത്ത് ഉമറിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം ഉയർന്നിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: സാവധാനത്തിൽ പോവുക, നിങ്ങളുടെ ആദ്യ അണികളും പിന്നിലുള്ള അണികളും ഒന്നിച്ചു നീങ്ങണം. ഈ സൈനിക സംഘത്തിൽ 1000 ആയുധധാരികൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൊടി ഹദ്റത്ത് സഅദ് ബിൻ ഉബാദയ്ക്ക് നൽകിയിരുന്നു. അദ്ദേഹം സൈന്യത്തിന്റെ മുന്നിൽ നീങ്ങിയിരുന്നു. ഹദ്റത്ത് സഅദ് അബൂ സുഫിയാന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം അബൂ സുഫിയാനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഇന്ന് രക്തച്ചൊരിച്ചലിന്റെ ദിവസമാകുന്നു. ഇന്ന് ആദരണീയ വസ്തുക്കളുടെ നിരോധനം അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഖുറൈശികൾ നിന്ദ്യരാകുന്നതാണ്. അപ്പോൾ അബൂ സുഫിയാൻ അബ്ബാസിനോട് പറഞ്ഞു: അബ്ബാസ്, ഇന്ന് എന്റെ സംരക്ഷണം നിങ്ങളുടെ കടമയാകുന്നു. അതിനുശേഷം മറ്റു ഗോത്രങ്ങൾ അതിലൂടെ കടന്നുപോയി. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകമായ ഖസ്വയിൽ സഞ്ചരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കർ, ഹദ്റത്ത് ഉസൈദ് ബിൻ ഹദീർ എന്നിവരോടൊപ്പം സംസാരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഹദ്റത്ത് അബ്ബാസ് അബൂ സുഫിയാനോട് പറഞ്ഞു: ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമർ വിവരിക്കുന്നു: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയവേളയിൽ മക്കയിൽ പ്രവേശിച്ചപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ തട്ടം കൊണ്ട് ഒട്ടകങ്ങളുടെ മുഖത്ത് അടിച്ച് അവയെ പിന്നിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു: അബൂബക്കർ, ഹസ്സാൻ ബിൻ സാബിത്ത് എന്താണ് പറഞ്ഞത്? അപ്പോൾ അബൂബക്കർ ആ ഈരടികൾ ഇങ്ങനെ ചൊല്ലി: അദം തു ബുനയ്യത്തി ഇല്ലം തറൗഹ തുസീറുൻ നഖാ മയുദ്ഹ കദാ യനാസീനൽ അയന്നത്തി മുസ്രിഹാത്ത് യുലത്തിമുഹിന്ന ബിൽ ഹുംരിൻ നിസാ. വാഗ്ദാനമനുസരിച്ച് കഥാ പർവ്വതത്തിൽ പൊടിപറത്തുന്ന സൈന്യങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെപ്പോലും വിസ്മരിക്കുന്നതാണ്. ആ അതിശീഘ്രം പായുന്ന കുതിരകൾ തങ്ങളുടെ കടിഞ്ഞാണുകളെ വലിക്കുന്നു, അതേസമയം സ്ത്രീകൾ തങ്ങളുടെ മൂടുപടം കൊണ്ട് അവയെ ഓടിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഈ നഗരത്തിൽ ഹസ്സാൻ പറഞ്ഞ സ്ഥലത്തുകൂടെ, അതായത് കഥ എന്ന ഇടത്തിലൂടെ പ്രവേശിക്കുക. കഥ അറഫാത്തിന്റെ മറ്റൊരു പേരാണ്. അത് മക്കയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു മലയിടക്കാകുന്നു. മക്ക വിജയ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെയാണ് മക്കയിൽ പ്രവേശിച്ചത്. മക്ക വിജയഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാന വിളംബരം നടത്തി. ഹദ്റത്ത് അബൂബക്കർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, അബൂ സുഫിയാൻ ആദരവ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർ സമാധാനത്തിലായിരിക്കുന്നതാണ്. ഫത്തഹ് മക്കയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബുൽ ദേവതയെ പറ്റി കൽപ്പിച്ചതനുസരിച്ച് അത് വീഴ്ത്തപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനടുത്ത് നിന്നു. അപ്പോൾ ഹദ്റത്ത് സുബൈർ ബിൻ അവാം അബൂ സുഫിയാനോട് പറഞ്ഞു: അബൂ സുഫിയാൻ, ഹുബുൽ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ നീ ഉഹദ് യുദ്ധത്തിൽ അതേപ്പറ്റി വലിയ ഗർവിഷ്ഠനായിരുന്നു. നിങ്ങൾക്ക് മേൽ അത് അനുഗ്രഹം ചൊരിയുമെന്ന് നീ വിളംബരപ്പെടുത്തിയിരുന്നു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു: അവാമിന്റെ മകനെ, അക്കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞു. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സംഭവിച്ചതൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ ഒരു മൂലയിലിരുന്നു. ജനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് അബൂ ഹുറൈറ വിവരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ ദിവസം ഇരിക്കുകയായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ഊരിപ്പിടിച്ച വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംരക്ഷണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിരസിന് സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. ഹുനൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശം. ഹുനൈൻ യുദ്ധത്തിന്റെ മറ്റൊരു പേര് ഹവാസൻ യുദ്ധം എന്നാകുന്നു. ഔത്താസ് യുദ്ധം എന്നും പറയാറുണ്ട്. ഹുനൈൻ പരിശുദ്ധ മക്കയുടെയും തായിഫിനുമിടയിൽ മക്കയിൽ നിന്ന് 30 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്വരയാണ്. ഹുനൈൻ യുദ്ധം ഹിജ്രി 8-ാം വർഷം ഷവ്വാൽ മാസം മക്ക വിജയത്തിനു ശേഷമാണ് ഉണ്ടായത്.
അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളാൽ മക്ക വിജയം ഉണ്ടായപ്പോൾ ഹവാസൻ സഖീഫ് ഗോത്രങ്ങളുടെ നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി യുദ്ധം ചെയ്യുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. മാലിക് ബിൻ ഔഫ് നസ്രി അറേബ്യൻ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ അയാളുടെ അടുക്കൽ ഹവാസൻ ഗോത്രത്തോടൊപ്പം ബനു സഖീഫ്, ബനു നദീർ, ബനു ജഷം, സഅദ് ബിൻ ബക്കർ, ബനു ഹിലാലിലെ ചില ആളുകളും ഒരുമിച്ച് കൂടി. ഇവരെല്ലാവരും ഒരുമിച്ച് ഔത്താസ് എന്ന സ്ഥലം സംഘടിച്ചു. ഔത്താസ് ഹുനൈന്റെ അടുത്തുള്ള ഒരു താഴ്വരയാണ്. മാലിക് ബിൻ ഔഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരങ്ങൾ അറിയാൻ ഒരു ചാരനെ അയക്കുകയുണ്ടായി. അവർ ഒരുമിച്ച് കൂടുന്നുവെന്ന് അറിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിലെ അബ്ദുല്ലാഹ് ബിൻ അബൂ സൽമയെ പറഞ്ഞയച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവാസനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെടാൻ തീരുമാനിച്ചു. യുദ്ധത്തിന് വേണ്ടി സഫ്വാൻ ബിൻ ഉമയ്യയിൽ നിന്നും തന്റെ പിതൃവൻ നൗഫൽ ബിൻ ഹാരിസയിൽ നിന്നും ആയുധങ്ങൾ കടം വാങ്ങി. അങ്ങനെ 12,000 സൈനികരുമായി ഹവാസിനെ നേരിടാൻ പുറപ്പെട്ടു. അതിരാവിലെ ഹുനൈൻ എന്ന സ്ഥലത്തെത്തി താഴ്വരയിൽ പ്രവേശിച്ചു. മുശ്രിക്കീങ്ങളുടെ സൈനികർ ആ താഴ്വരയിൽ നേരത്തെ തന്നെ എത്തി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങൾക്ക് മേൽ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി. അവരുടെ ശക്തമായ ശരവർഷം കാരണം മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചിതറുകയും ചെയ്തു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഏതാനും സഹാബാക്കൾ മാത്രമായി. അതിൽ ഹദരത്ത് അബൂ ബക്കർ ഉണ്ടായിരുന്നു. അബൂ ഇസാഖ് നിവേദനം ചെയ്യുന്നു, ഒരാൾ ബറായിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ പുറംതിരിഞ്ഞോടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സാക്ഷി നൽകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറംതിരിഞ്ഞതല്ല. എന്നാൽ ധൃതി കൂട്ടുന്ന ആയുധങ്ങളില്ലാത്ത ആളുകൾ ഹവാസൻ ഗോത്രത്തിനടുത്തേക്ക് പോയി. അവർ അമ്പെയ്യുന്ന സമൂഹമായിരുന്നു. അവർ വെട്ടുകിളികളെ പോലെ അമ്പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അവർക്ക് തങ്ങളുടെ സ്ഥലം മാറേണ്ടി വന്നു. ആ സന്ദർഭത്തിലും ഹാജികളിൽ നിന്ന് ഹദരത്ത് അബൂബക്കറും ഹദരത്ത് ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഉറച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബക്കാരിൽ ഹദരത്ത് അലി, ഹദരത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബൂ സുഫിയാൻ ബിൻ ഹാരിസ്, അദ്ദേഹത്തിന്റെ മകൻ റബിയ ബിൻ ഹാരിസ്, ഫസൽ ബിൻ അബ്ബാസ്, ഉസാമ ബിൻ സയ്യിദ് എന്നിവരുടെ പേരുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ കാണുന്നുണ്ട്. ഹദരത്ത് അബൂ ഖത്താദ വിവരിക്കുന്നു, ഹുനൈൻ യുദ്ധവേളയിൽ മുസ്ലിങ്ങളുടെ ഒരു വ്യക്തിയെ ഒരു മുശ്രിക്കുമായി യുദ്ധം ചെയ്യുന്നത് കാണാൻ ഇടയായി. മറ്റൊരു മുശ്രിക്ക് ചതിയിലൂടെ നിശബ്ദനായി പിന്നിൽ വന്ന് ആക്രമിച്ച് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മുസ്ലിം വഞ്ചിക്കാൻ ശ്രമിക്കപ്പെടുന്നു എന്ന നിലയ്ക്ക് ഞാൻ അതിശീഘ്രം നീങ്ങി. അയാൾ എന്നെ വധിക്കാൻ കൈ ഉയർത്തി. ഞാൻ അയാളുടെ കയ്യിൽ വെട്ടി. കൈ മുറിഞ്ഞു. പിന്നെ അയാൾ എന്നെ പിടികൂടി. എന്നെ ശക്തമായി ആലിംഗനം ചെയ്തു. ഞാൻ അപ്പോൾ നിസ്സഹായനായി കുഴഞ്ഞു. പിന്നെ അയാൾ എന്നെ വിട്ടു. അയാൾ ശക്തി കുറച്ചു. ഞാൻ അയാളെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. തുടർന്ന് ഞാൻ അയാളെ വകവരുത്തുകയുണ്ടായി. മറുഭാഗത്ത് മുസ്ലിങ്ങൾ പരാജിതരായി തിരിഞ്ഞോടി. ഞാനും അവരോടൊപ്പം ഓടിപ്പോയി പറയുന്നു. തുടർന്ന് ജനങ്ങൾ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്കൽ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും വധിക്കപ്പെട്ട ആളെ സംബന്ധിച്ച് താനാണ് അയാളെ വധിച്ചതെന്ന് തെളിവ് തരുന്ന ആൾക്ക് വധിക്കപ്പെട്ടവന്റെ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. ഞാൻ വധിച്ച ആളെ പറ്റി എന്തെങ്കിലും തെളിവ് കിട്ടാൻ എഴുന്നേറ്റെങ്കിലും എനിക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ആരെയും കിട്ടിയില്ല. ഞാൻ ഇരുന്നു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ആ വധിക്കപ്പെട്ടവനെ പറ്റി പറയുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, അയാളുടെ ആയുധങ്ങൾ എൻ്റെ പക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അയാൾ, അതായത് ആയുധങ്ങൾ കൈവശം വെച്ചിരുന്ന ആൾ പറഞ്ഞു, അദ്ദേഹത്തിന് ആയുധങ്ങൾക്ക് പകരം മറ്റെന്തെങ്കിലും നൽകി തൃപ്തിപ്പെടുത്തിയാലും, അതായത് എൻ്റെ പക്കലുള്ള ആയുധങ്ങൾ എൻ്റെ പക്കൽ തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും നൽകിയാലും. ഹദരത്ത് അബൂബക്കർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ഒരു ഭീരുവിന് സാധന സാമഗ്രികൾ നൽകുകയും അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി പടപൊരുതിയ സഹാബാക്കളിൽപ്പെട്ട ഒരു സിംഹത്തെ ഒഴിവാക്കുകയും ചെയ്യുകയാവും. ഹദ്റത്ത് അബൂ ഖത്താദ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുകയും ആ സാധന സാമഗ്രികൾ എനിക്ക് വാങ്ങിത്തരികയും ചെയ്തു. ഞാൻ അതുകൊണ്ട് ഒരു ഈന്തപ്പനത്തോട്ടം വാങ്ങി. അതാണ് ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ആദ്യത്തെ ഭൗതിക സ്വത്ത്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നോക്കുക, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തെന്നാൽ ഹുനൈൻ യുദ്ധ അവസരത്തിൽ മക്കയിലെ കാഫിരീങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ ധീരത പ്രകടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇസ്ലാമിക സൈന്യത്തിൽ ഭാഗവാക്കായി. പിന്നെ ബനു സഖീഫിന്റെ യുദ്ധതീഷ്ണത സഹിക്കാൻ കഴിയാതെ യുദ്ധമൈതാനത്ത് നിന്ന് പിന്തിരിഞ്ഞൊടുകയുണ്ടായി. ആ സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 12 പേർ മാത്രം അവശേഷിച്ചു. 10,000 എണ്ണമുണ്ടായിരുന്ന ഇസ്ലാമിക സൈന്യം ചിതറാൻ തുടങ്ങി. നിഷേധികളുടെ 3000 വരുന്ന അമ്പെയ്ത്തുകാരായ സൈന്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതും വലത്തും കുന്നുകളിൽ കയറി നബിക്ക് നേരെ അമ്പ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലേക്ക് മാറാൻ ആഗ്രഹിച്ചില്ല, മറിച്ച് മുന്നേറാനാണ് ശ്രമിച്ചത്. ഹദ്റത്ത് അബൂബക്കർ ഭയന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സവാരിയുടെ കടിഞ്ഞാൻ പിടിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ജീവൻ അങ്ങേക്ക് മേൽ തണ്ടമായിരിക്കട്ടെ. ഇത് മുന്നോട്ട് ഗമിക്കാനുള്ള സമയമല്ല. ഇസ്ലാമിക സൈന്യം ഒരുമിച്ച് കൂടിയതിനു ശേഷം മുന്നോട്ട് നീങ്ങാം. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആവേശത്തോടെ പറഞ്ഞു, എന്റെ സവാരിയുടെ കടിഞ്ഞാൻ വിടൂ. പിന്നെ തന്റെ കുതികാലുകൾ അടിച്ച് അതിനെ മുന്നോട്ട് നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അനൻ നബിയുൽ ലാ കസിബ് അന ബിൻ അബ്ദുൽ മുത്തലിബ്. അതായത്, ഞാൻ സംരക്ഷണ വാഗ്ദാനമുള്ള വാഗ്ദത്ത പ്രവാചകനാകുന്നു, കള്ളവാദിയല്ല. അതുകൊണ്ട് നിങ്ങൾ 3000 ആണെങ്കിലും 30,000 ആണെങ്കിലും ഞാനത് ഗൗനിക്കുന്നില്ല. മുശ്രിക്കീങ്ങളെ, എന്റെ ധൈര്യം കണ്ട് എന്നെ ദൈവമാണ് ധരിക്കേണ്ട. ഞാനൊരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അതായത് പൗത്രൻ ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ ഹദ്റത്ത് അബ്ബാസ് വളരെ ഉച്ചത്തിൽ ശബ്ദമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, അബ്ബാസ്, മുന്നോട്ട് വരൂ. ഉയർന്ന ശബ്ദത്തിൽ ഇങ്ങനെ വിളംബരപ്പെടുത്തു, സൂറ ബഖറയുടെ സഹാബാക്കളെ, അതായത് സൂറ ബഖറ മനഃപ്പാഠമാക്കിയവരെ, ഹുദൈബിയ ദിവസം വൃക്ഷച്ചുവട്ടിൽ ബയ്യത്ത് ചെയ്തവരെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു. ഒരു സഹാബി പറയുന്നു, മക്കയിലെ മുസ്ലിങ്ങൾ പേടി കാരണം ഇസ്ലാമിക സൈന്യത്തിലെ മുൻനിര പിന്നിലേക്ക് ഓടിപ്പോയപ്പോൾ തങ്ങളുടെ സവാരികളും ഓടാൻ തുടങ്ങി. ഞങ്ങൾ എത്ര തടയുന്നുവോ അത്രയും ശക്തമായി പിന്നിലേക്ക് ഓടുകയാണ്. അപ്പോൾ അബ്ബാസിന്റെ ശബ്ദം മൈതാനത്ത് മുഖരിതമായി, അല്ലയോ സൂറ ബഖറയുടെ സഹാബാക്കളെ, അല്ലയോ ഹുദൈബിയ ദിവസം വൃക്ഷച്ചുവട്ടിൽ ബയ്യത്ത് ചെയ്തവരെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ വിളിക്കുന്നു. പറയുകയാണ്, ഈ ശബ്ദം എന്റെ കാതിൽ പതിച്ചപ്പോൾ ഞാൻ മൃതനാണെന്നും ഞാൻ ജീവനില്ലാത്തവനാണെന്നും അസ്രാഫീലിന്റെ കാഹളം വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങിയാണെന്നും എനിക്ക് തോന്നി. ഞാൻ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ശക്തമായി വലിച്ചു. അതിന് തല പിന്നിലേക്ക് മുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ അത് വളരെ ഭയപ്പെട്ടിരുന്നു. ഞാൻ കടിഞ്ഞാൻ അയക്കുമ്പോൾ അത് വീണ്ടും പിന്നിലേക്ക് ഓടുകയാണ്. അപ്പോൾ ഞാനും നിരവധി സുഹൃത്തുക്കളും വാളെടുത്ത് ഒട്ടകങ്ങളിൽ നിന്ന് ചാടിയിറങ്ങി നിരവധി ഒട്ടകങ്ങളെ കഴുത്ത് വെട്ടി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലേക്ക് കുതിച്ചു പായാൻ തുടങ്ങി. നിവൃത്തിയില്ലാതെ മക്കയിലേക്ക് പിന്തിരിഞ്ഞോടിക്കുക 10,000 വരുന്ന സൈന്യം ഏതാനും നിമിഷങ്ങൾക്കകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചുറ്റും ഒരുമിച്ച് കൂടി. കുറച്ചു സമയം കൊണ്ട് കുന്നുകളിൽ കയറി ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ആ പരാജയം ഒരു മഹത്തായ വിജയമായി മാറി. തായിഫ് യുദ്ധത്തെ പറ്റിയുള്ള പരാമർശം. തായിഫ് മക്കയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 92 കിലോമീറ്റർ ഒരു പ്രസിദ്ധ നഗരവും ഹിജാസിലെ പർവ്വത പട്ടണവുമാകുന്നു. ഇവിടെ മുന്തിരിയും മറ്റ് പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ടുണ്ട്. ഇവിടെയാണ് ബനു സഖീഫ് ഗോത്രം വസിച്ചിരുന്നത്. ഹവാസൻ സഖീഫിനു മുമ്പേ പരാജിതരായി. തങ്ങളുടെ നേതാവ് മാലിക് ബിൻ ഔഫ് നസ്രിയോടൊപ്പം പിന്തിരിഞ്ഞോടി തായിഫിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ബന്ധനസ്ഥരാക്കപ്പെട്ടു. അതുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്ന് വിരമിച്ച ശേഷം ജൂറാനിയിൽ വെച്ച് സമരാർജിത സ്വത്തുക്കൾ വിതരണം ചെയ്തു. ജൂറാന മക്കയ്ക്കും തായിഫിനുമിടയിലുള്ള വഴിയിൽ മക്കയുടെ സമീപമുള്ള ഒരു കിണറിന്റെ പേരാകുന്നു. മക്കയിൽ നിന്ന് 27 കിലോമീറ്റർ ദൂരെയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിനെ എത്ര ദിവസം ഉപരോധിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത നിവേദനങ്ങൾ കാണപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നു 10-ലധികം കുറച്ച് രാത്രികൾ ഉപരോധിക്കുകയുണ്ടായി. മറ്റു ചിലർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20-ലധികം രാത്രി ഉപരോധിക്കുകയുണ്ടായി. 20 ദിവസം ഉപരോധിച്ചു എന്നും കാണുന്നുണ്ട്. മറ്റൊരു നിവേദനത്തിൽ 30ഓളം രാത്രി തായിഫ് ഉപരോധിച്ചു എന്ന് കാണുന്നു. ഇബ്നു ഹിസാൻ പറയുന്നു 17 രാത്രികൾ ഉപരോധിച്ചു എന്നും പറയപ്പെടുന്നു. സഹീഹ് മുസ്ലിമിൽ ഹദ്റത്ത് അനസ് എന്നുള്ള നിവേദനത്തിൽ 40 രാത്രിയോളം അവർ ഉപരോധിച്ചു എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ സഖീഫ് ഗോത്രത്തെ ഉപരോധിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ, ഞാൻ സ്വപ്നത്തിൽ എനിക്ക് വെണ്ട നിറച്ച ഒരു പാത്രം നൽകപ്പെട്ടതായി കാണുകയുണ്ടായി. എന്നാൽ ഒരു പക്ഷി ആ പാത്രത്തിൽ കുത്തിയപ്പോൾ മുഴുവനും വീണൊഴുകിപ്പോയി. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, താങ്കൾ ഇവരുമായി ആഗ്രഹിക്കുന്നത് ഇന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അങ്ങനെ സംഭവിക്കുന്നതായി കാണുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം ഹദ്റത്ത് ഉമർ ചോദിച്ചു, ഞാൻ ജനങ്ങളോട് പുറപ്പെടാൻ പറയട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. തുടർന്ന് ഹദ്റത്ത് ഉമർ ജനങ്ങളോട് പുറപ്പെടാൻ, അതായത് തിരിച്ചു പോകാൻ വിളംബരപ്പെടുത്തി. തബൂക്ക് യുദ്ധം ഹിജ്റ 9-ാം വർഷം റജബ് മാസത്തിലാണ് ഉണ്ടായത്. തബൂക്ക് മദീനയിൽ നിന്ന് ഷാമിലേക്കുള്ള പ്രധാന വീതിയാണ്. തബൂക്ക് യുദ്ധം ഹിജ്റ 9-ാം വർഷം റജബ് മാസത്തിലാണ് ഉണ്ടായത്. തബൂക്ക് മദീനയിൽ നിന്ന് ഷാമിലേക്കുള്ള പ്രധാന വീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കച്ചവട സംഘങ്ങളുടെ പൊതുവഴിയായിരുന്നു. ഇത് ഖുറാ താഴ്വരയ്ക്കും ഷാമിനുമിടയിൽ ഒരു പട്ടണമാണ്. ഇതിനെ അസ്ഹാബുൽ ഐക്കയുടെ പട്ടണം എന്നും പറയുന്നു. ഇവിടേക്കാണ് ഹദ്റത്ത് ശുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടത്. ഹദ്റത്ത് അബൂബക്കർ തബൂക്ക് യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ വലിയ പതാക അദ്ദേഹത്തിന് കൊടുത്തു. ഹദ്റത്ത് അബൂബക്കർ തബൂക്ക് യുദ്ധാവസരത്തിൽ തന്റെ മുഴുവൻ സ്വത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ എത്തിച്ചു. അത് 4000 ദിർഹം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ തയ്യാറെടുത്തപ്പോൾ അടുത്ത ഗോത്രങ്ങളിലേക്ക് അവരും തിരുനബിയോടൊപ്പം പുറപ്പെടുന്ന സന്ദേശവുമായി സഹാബാക്കളെ പറഞ്ഞയക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനാഢ്യരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും യാത്രാവാഹനങ്ങൾ ഒരുക്കാനും ആഹ്വാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ അവരോട് ആവർത്തിച്ച് കൽപ്പിക്കുകയും ഇത് തന്നെ അവസാന യുദ്ധമാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിൽ ഏറ്റവും ആദ്യം സമ്പത്തുമായി എത്തിയത് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം, അതായത് ഹദ്റത്ത് അബൂബക്കർ, തന്റെ വീട്ടിലെ എല്ലാ സമ്പത്തും കൊണ്ടുവന്നു. അത് 4000 ദിർഹം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിനോട് ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വീട്ടുകാർക്ക് വേണ്ടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിട്ടുവന്നിരിക്കുന്നു. ഹദ്റത്ത് ഉമർ വീട്ടിലെ പകുതി സമ്പത്ത് കൊണ്ടുവരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടുകാർക്ക് വേണ്ടി എന്ത് ബാക്കി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, പകുതി ധനം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ഹദ്റത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് 100 ഔഖിയ സമർപ്പിച്ചു. ഇത് ഏകദേശം 4000 ദിർഹമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ബിൻ ഗഫാനും അബ്ദുറഹ്മാൻ ബിൻ ഔഫും അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ ചെലവഴിച്ചവരുടെ ഭൂമിയിലെ അള്ളാഹുവിന്റെ ഖജനാവുകളിൽ പെടുന്നു. അവർ ഒരുപാട് സമ്പത്ത് നൽകി. ആ സന്ദർഭത്തിൽ സ്ത്രീകളും തങ്ങളുടെ ആഭരണങ്ങൾ സമർപ്പിച്ചു. ഹദ്റത്ത് ആസിം ബിൻ അദി 70 വസക്ക് ഈത്തപ്പഴം നൽകി. അത് ഏകദേശം 62 കിലോ ഉണ്ടായിരുന്നു. കിലോ അല്ല, മൻ. ഒരു മൻ 40 കിലോ കണക്കാക്കിയാൽ 1500, അതായത് 1 ടണ്ണിൽ അധികം ഉണ്ടാകും. ഏറെക്കുറെ 1.5 ടൺ. സയ്യിദ് ബിൻ അസ്ലം തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഞാൻ ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് ഇങ്ങനെ പറയുന്നതായി കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, സദഖ ചെയ്യുവിൻ.
ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ അബൂബക്കറിന് മുൻകിടക്കുന്നതാണ്. എനിക്ക് അദ്ദേഹത്തെ മുൻകിടക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്നത്തെ ദിവസമാണ്. പറയുന്നു, ഞാൻ വീട്ടിലെ പകുതി സമ്പത്തും കൊണ്ടുവന്നു. അതിർത്ത് ഉമർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അതിർത്ത് ഉമർ പറഞ്ഞു, കൊണ്ടുവന്ന അത്രയും വീട്ടുകാർക്ക് വേണ്ടിയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിർത്ത് അബൂബക്കർ തന്റെ പക്കലുള്ളതെല്ലാം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ, നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിർത്ത് ഉമർ പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ്, എനിക്ക് ഒരു കാര്യത്തിലും അദ്ദേഹത്തെ മുൻകിടക്കാൻ സാധ്യമല്ല. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജനങ്ങൾ സ്വന്തം ജീവിതത്തെ ആടുമാടുകളെ പോലെ ത്യജിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സാമ്പത്തിക ത്യാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിൽ കൂടുതൽ തവണ തന്റെ മുഴുവൻ സമ്പത്തും ത്യാഗം ചെയ്തിരുന്നു. എന്നാൽ ഒരു സൂചി പോലും തന്റെ വീട്ടിൽ ബാക്കി വെച്ചില്ല. അതുപോലെ തന്നെ ഹദരത്ത് ഉമറും തന്റെ കഴിവും ശേഷിയും അനുസരിച്ച് ത്യാഗങ്ങൾ ചെയ്തു. അതേപോലെ ഹദരത്ത് ഉസ്മാനും തന്റെ ശക്തിക്കും നിലവാരത്തിനും അനുസരിച്ച് ത്യാഗങ്ങൾ ചെയ്തു. പിന്നെ ഓരോ സഹാബിയും തന്റെ കഴിവും ശേഷിയും അനുസരിച്ച് ഈ ദൈവമാർഗത്തിൽ ദീനിനു വേണ്ടി തങ്ങളുടെ ജീവനും സമ്പത്തും ത്യജിക്കാൻ തയ്യാറായി. വീണ്ടും ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാം ബയ്യത്ത് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു, ചിലരാകട്ടെ ബയ്യത്ത് ചെയ്യുകയും ഞങ്ങൾ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ സഹായ സഹകരണങ്ങളുടെ സമയമെത്തുമ്പോൾ ചെലവ് ചെയ്യുന്നതിൽ ലുബ്ധ കാണിക്കുന്നു. ദുനിയാവിനോടുള്ള ഈ സ്നേഹം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ലക്ഷ്യം പ്രാപിക്കാൻ സാധ്യമാണോ? ഇങ്ങനെയുള്ള വ്യക്തികൾ പരോപരികാരികളാകാൻ സാധ്യമാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം വീണ്ടും തുടരുന്നു, അള്ളാഹു പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നതിന്റെ താല്പര്യത്തിന് നിങ്ങൾക്ക് പ്രിയമുള്ള നിങ്ങളുടെ സമ്പത്ത് ചെലവ് ചെയ്യാതെ നിങ്ങൾ നന്മ പ്രാപിക്കുന്നതല്ല. ഹദരത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു സഹാബിയെ കബറടിക്ക സംഭവം വിവരിച്ചുകൊണ്ട് ഹദരത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നു, ഞാൻ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിരുന്നു. ഒരു ദിവസം ഞാൻ അർദ്ധരാത്രിയിൽ ഉണർന്നപ്പോൾ സൈന്യത്തിന്റെ ഒരു ഭാഗത്ത് തീയുടെ വെളിച്ചം കണ്ടു. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അതിനകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹദരത്ത് അബൂബക്കറിനെയും ഹദരത്ത് ഉമറിനെയും കണ്ടു. അവിടെ ഹദരത്ത് അബ്ദുല്ലാ സുൽ ജലാദീൻ മരണപ്പെട്ടിരുന്നു. ഇവർ അദ്ദേഹത്തിന്റെ ഖബർ കുഴിച്ച് കഴിഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഇറങ്ങി നിൽക്കുകയും ഹദരത്ത് അബൂബക്കറും ഹദരത്ത് ഉമറും ജനാദയെ ഖബറിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സഹോദരനെ എൻ്റെ അടുക്കിലേക്ക് നീക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഹദരത്ത് അബ്ദുല്ലാ സുൽ ജലാദീന്റെ ജനാസയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ഇറക്കി. അദ്ദേഹത്തെ ഖബറിലിറക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അംസിതു റാദിയൻ അൻഹു ഫാരിദൻ. അള്ളാഹുവെ, ഈ വ്യക്തിയോട് തൃപ്തിപ്പെട്ട നിലയിലാണ് ഞാൻ വൈകുന്നേരം കഴിച്ചു കൂട്ടിയത്. നീയും ഈ വ്യക്തിയോട് തൃപ്തിപ്പെടണമേ. ഹദരത്ത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നു, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഹദരത്ത് അബ്ദുല്ലാ സുൽ ബജാദീൻ മുസൈന എന്ന ഗോത്രത്തിലെ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് സ്വത്തിൽ അവകാശം ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തെ പിതൃ സഹോദരൻ സംരക്ഷിച്ചു പോന്നു. എത്രത്തോളം എന്നാൽ അദ്ദേഹവും സമ്പന്നനായി. അദ്ദേഹം മക്ക വിജയത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം പിടിച്ചു വാങ്ങി. അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം പോലും വലിച്ചെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് വരികയും അവർ തന്റെ മേൽപ്പുതപ്പ് രണ്ടായി കീറുകയും ഹദരത്ത് അബ്ദുള്ള അതിലൊരു ഭാഗം മേൽപ്പുതപ്പായും ഒരു ഭാഗം അരയ്ക്ക് താഴെയും അരപ്പട്ടയായും ഉപയോഗിച്ചു. പിന്നീട് അദ്ദേഹം മദീനയിൽ വന്ന് പള്ളിയിൽ കടന്നു. രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സുബഹി നമസ്കരിച്ചു. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിന് ശേഷം ആരൊക്കെ ഉണ്ടെന്നും ആരൊക്കെ പുതുതായി വന്നിട്ടുണ്ടെന്നും അറിയാൻ വേണ്ടി ജനങ്ങളെ ശ്രദ്ധയോടെ വീക്ഷിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹദരത്ത് അബ്ദുള്ളയെ കണ്ടപ്പോൾ അപരിചിതരാണെന്ന് കരുതി നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു.
ഹദ്രത്ത് അബ്ദുള്ള തന്റെ കുടുംബം ഇന്നതാണെന്ന് അറിയിച്ചു. മറ്റൊരു നിവേദനത്തിൽ അദ്ദേഹം തന്റെ പേര് അബ്ദുൽ ഇസി എന്ന് പറഞ്ഞതായി വന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അബ്ദുള്ള സുൽ ബജാദീൻ ആകുന്നു, അതായത് രണ്ട് പുതപ്പുള്ള വ്യക്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകണം. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികൾ ഉൾപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹം ഖുർആന്റെ വളരെയധികം ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി. അദ്ദേഹം ഉച്ചത്തിലുള്ള ശബ്ദത്തിന് ഉടമയായിരുന്നു. ഹജ്ജ് വേളയിൽ ഹദ്രത്ത് അബൂബക്കർ അമീറായി നിശ്ചയിക്കപ്പെട്ടതിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്രി 9-ാം വർഷം ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖിനെ അമീറുൽ ഹജ്ജായി നിയമിച്ച് മക്കയിലേക്ക് അയച്ചു. ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. തബൂക്കിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചു. എന്നാൽ മറ്റുള്ളവരോടൊപ്പം ബിംബാരാധകരും ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. ശിർക്കിന്റെ മന്ത്രങ്ങൾ അവർ ഉരുവിടാറുണ്ടായിരുന്നു. കാബാലയത്തെ നഗ്നനായിട്ടാണ് തവാഫ് ചെയ്യുന്നതുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം ലഭിച്ചപ്പോൾ ആ വർഷം ഹജ്ജ് ചെയ്യാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖിനെ അമീറുൽ ഹജ്ജായി നിയമിച്ച് മക്കയിലേക്ക് അയക്കുകയും ചെയ്തു. ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് 300 സഹാബാക്കളുമായി മദീനയിൽ നിന്ന് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തോടൊപ്പം കുർബാനിക്കായി 20 ബലിമൃഗങ്ങളെ അയച്ചു. ബലിമൃഗങ്ങളുടെ അടയാളത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ ഈ മൃഗങ്ങളെ ബലിചിഹ്നങ്ങൾ അണിയിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്തു. ഹദ്രത്ത് അബൂബക്കർ തന്നോടൊപ്പം 5 ബലിമൃഗങ്ങളെ കൊണ്ടുപോയി. ഹജ്ജ് വേളയിൽ ഹദ്രത്ത് അലി സൂറ തൗബയുടെ ആദ്യ ആയത്തുകൾ പാരായണം ചെയ്തതായി നിവേദനത്തിൽ വരുന്നു. ആ നിവേദനം ഇപ്രകാരമാണ്. അബൂ ജാഫർ മുഹമ്മദ് ബിൻ അലി നിവേദനം ചെയ്യുന്നു, സൂറ തൗബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂബക്കറിനെ അമീറായി നിശ്ചയിച്ച് മക്കയിലേക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. ഈ അധ്യായം അവിടെ ഹജ്ജ് വേളയിൽ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഹദ്രത്ത് അബൂബക്കർ അയച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിത്തിൽ ആരോ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ കടമ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അലിയെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സൂറ തൗബയുടെ ആരംഭത്തിൽ പ്രതിപാദിക്കപ്പെട്ടതുമായി പോകും. എന്നിട്ട് മീനായിൽ എല്ലാവരും ബലി നിൽക്കുന്ന ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്രകാരം വിളംബരം ചെയ്യുക, സ്വർഗത്തിൽ ഒരു സത്യനിഷേധിയും പ്രവേശിക്കില്ല. ഈ വർഷത്തിന് ശേഷം ഒരു മുശ്രിക്കിനും ഹജ്ജ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നില്ല. അതുപോലെ തന്നെ ആർക്കും തന്നെ നഗ്നരായി കാബ വലയം ചെയ്യാനുള്ള അനുവാദവും ഉണ്ടായിരിക്കുന്നതല്ല. ആരോടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഉടമ്പടി ചെയ്തിട്ടുള്ളത് ആ വ്യക്തിക്ക് പൂർണ്ണമായും സഹായം ലഭിക്കുന്നതാണ്. ഹദ്രത്ത് അലി ഇബ്നു അബി താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകമായ അസ്ബയുടെ പുറത്തേറി യാത്ര ആരംഭിച്ചു. വഴിയിൽ വെച്ച് തന്നെ ഹദ്രത്ത് അബൂബക്കറിനെ കണ്ടു. ഹദ്രത്ത് അബൂബക്കറിനെ ഹദ്രത്ത് അലി അർജ് അല്ലെങ്കിൽ സജ്നാൻ താഴ്വരയിൽ വെച്ചാണ് കണ്ടത്. മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിലെ താഴ്വരയാണ് അർജ്. ഇവിടെ യാത്രാ സംഘങ്ങൾ തങ്ങൾ പഠിക്കാറുണ്ട്. സജ്നാൻ എന്നത് മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള വഴിയിൽ മക്കയുടെ പ്രാന്തപ്രദേശത്തൊരു സ്ഥലമാണ്. ഇത് മക്കയിൽ നിന്നും 25 മൈൽ ദൂരത്താണ്. ഏതായാലും ഹദ്രത്ത് അബൂബക്കർ ഹദ്രത്ത് അലിയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ അമീറായി നിയമിച്ചയച്ചതാണോ അതോ താങ്കൾ എൻ്റെ കീഴിലാണോ? ഇത് വിനയത്തിന്റെയും താഴ്മയുടെയും ഉയർന്ന അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അലിയെ ഇപ്പോൾ അയച്ചത് കൊണ്ട് താങ്കൾ അമീറാണോ അതോ എൻ്റെ കീഴിൽ ഈ സംഘത്തിനോടൊപ്പം യാത്ര ചെയ്യുമോ? ഹദ്രത്ത് അലി പറഞ്ഞു, താങ്കളുടെ കീഴിലാണ്. അങ്ങനെ രണ്ടുപേരും യാത്ര തുടർന്നു. ഹദ്രത്ത് അബൂബക്കർ ജനങ്ങളുടെ ഹജ്ജിന്റെ കാര്യത്തിൽ മേൽനോട്ടം വഹിച്ചു. ജാഹിലിയ കാലത്ത് തമ്പടിച്ചിരുന്ന ഇടങ്ങളിൽ തന്നെയാണ് അറബികൾ ഈ വർഷം തമ്പടിച്ചത്. ബലി നൽകുന്ന ദിവസം വന്നപ്പോൾ ഹദ്രത്ത് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ വിളംബരം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അലിയോ ജനങ്ങളെ, സ്വർഗത്തിൽ ഒരു സത്യനിഷേധിയും പ്രവേശിക്കില്ല. ഈ വർഷത്തിന് ശേഷം ഒരു മുശ്രിക്കും ഹജ്ജ് ചെയ്യരുത്. ആർക്കും തന്നെ നഗ്നരായി ബൈത്തുല്ലാ തവാഫ് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരിക്കുന്നതല്ല. ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഉടമ്പടി ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയെ പൂർണ്ണമായും സഹായിക്കും. ഓരോ സമൂഹവും തങ്ങളുടെ സമാധാന ഗേഹത്തിലേക്കും തങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിലേക്കും തിരിച്ചു പോകുന്നതിനായി ഈ വിളംബരത്തിന് ശേഷം
ജനങ്ങൾക്ക് 4 മാസം സമയം നൽകുന്നതാണ്. ഇതിനുശേഷം തന്നെ വിസർജനം ചെയ്ത കാലാവധി അവസാനിക്കാത്ത ഉടമ്പടികളല്ലാതെ ഒരു മുശ്രിക്കുമായിട്ടും ഒരു ഉടമ്പടിയും ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അതായത് കാലാവധി അവസാനിക്കാൻ ഇനിയും സമയമുള്ള ഉടമ്പടികളല്ലാതെ ഒരു പുതിയ ഉടമ്പടിയും ഉണ്ടായിരിക്കില്ല. അതിന്റെ കാലാവധി തീരുന്നതുവരെ ആ ഉടമ്പടികൾ പാലിക്കപ്പെടും. ആ വർഷത്തിന് ശേഷം പിന്നെ ഒരു ബിംബാരാധകനും ഹജ്ജ് ചെയ്തിട്ടില്ല. ആരും തന്നെ നഗ്നരായി തവാഫ് ചെയ്തിട്ടുമില്ല. ഒരു നിവേദനത്തിൽ പ്രകാരം പറയുന്നു, ഹദരത്ത് അലി പറയുന്നു, ഹദരത്ത് അബൂബക്കർ അറഫയിൽ വന്നു. അദ്ദേഹം ജനങ്ങളെ സംബോധന ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവസാനിച്ചപ്പോൾ അദ്ദേഹം എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അലി എഴുന്നേൽക്കൂ, എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം കേൾപ്പിക്കൂ. ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ജനങ്ങൾക്ക് സൂറ ബറാഅന്റെ 40 ആയത്തുകൾ കേൾപ്പിച്ചു. പിന്നീട് ഹദരത്ത് അലിയും ഹദരത്ത് അബൂബക്കറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ ഹാജരായി. ഈ അനുസ്മരണം ഇനിയും തുടരുന്നതാണ്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം വഫാത്തായ ഒരു മർഹൂമയെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജനാദി നമസ്കരിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അമത്തുൽ ലത്തീഫ് ഖുർഷി സാഹിബ കനഡ മർഹൂം ഷേഖ് ഖുർഷിദ് അഹമ്മദ് സാഹിബ് അസിസ്റ്റന്റ് എഡിറ്റർ അൽഫദൽ റബിയുടെ ഭാര്യയായിരുന്നു. കഴിഞ്ഞ ദിവസം അവർ 95-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഹദരത്ത് മസീമ ഇസ്ലാമിന്റെ സഹാബിയായ ഹദരത്ത് മിയാ ഫസിൽ മുഹമ്മദ് ഫരീസാൻ വാലയുടെ മകന്റെ മകളും ഹദരത്ത് ഹക്കീമുല്ല ബക്ഷ് സാഹിബ് മുദരിസ് തൽവാണ്ട ഡ്യൂഡി ഹദരത്ത് അമ്മാജാന്റെ മകളുടെ മകളും മിയാ അബ്ദുറഹീം ദിയാനത്ത് സാഹിബ് ദർവേഷ് ഖാദിയാന്റെയും ആമിന ബേഗം സാഹിബിയുടെ മൂത്ത മകളും ആയിരുന്നു. നുസ്ർ ജഹാൻ ഹൈസ്കൂൾ ഖാദിയാനിൽ നിന്ന് പായസായതിനു ശേഷം 43-44 ജാമിയ നുസ്രത്തിൽ പ്രവേശനം നേടി. ജാമിയ നുസ്രത്തിൽ 2 വർഷം പഠിച്ചതിന് ശേഷം പ്രൈവറ്റായി പഠിച്ച് അദീബെ ആലിം പരീക്ഷ പാസ്സായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വിവാഹം ഷേഖ് ഖുർഷിദ് അഹമ്മദ് സാഹിബ് അസിസ്റ്റന്റ് എഡിറ്റർ അൽഫദലുമായി നടന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാനി മസ്ജിദ് മുബാറക്കിൽ വെച്ച് അവരുടെ നിക്കാഹ് ഖുത്ബ നിർവഹിച്ചു. അള്ളാഹു അവർക്ക് 3 പെൺമക്കളും 2 ആൺകുട്ടികളെയും അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇവിടെയുള്ള ലണ്ടനിലും സേവനം ചെയ്യുന്ന അബ്ദുൽ ബാസിർ ഷാഹി സാഹിബ് മുബല്ലിഗ് സിൽസിലയുടെ സഹോദരിയാണ്. നീണ്ടകാലം ബാസിർ സാഹിബ് ആഫ്രിക്കയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പൗത്രൻ വക്കാസ് അഹമ്മദ് ഖുർഷി സാഹിബ് അമേരിക്കയിൽ മുറബിയാണ്. നല്ല അറിവുള്ള കുടുംബമാണിത്. അവരുടെ ഒരു സഹോദരി അമത്തുൽ ബാരി നാസർ സാഹിബയും വൈജ്ഞാനിക സേവനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അമത്തുൽ ലത്തീഫ് സാഹിബ 13-ാം വയസ്സ് മുതൽ ലജ്നായ് മായിലയുടെ വ്യത്യസ്ത പദവികളിൽ സേവനമനുഷ്ഠിച്ചു തുടങ്ങി. അവരുടെ സേവനം 70 വർഷം നീണ്ടു നിൽക്കുന്ന ശൃംഖലയാണ്. അവർക്ക് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദരത്ത് ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദ നുസ്രത്ത് ജഹാൻ ബേഗം സാഹിബയുടെ നേതൃത്വത്തിന് കീഴിലും മറ്റു പല ഉന്നതന്മാരുടെ മേൽനോട്ടത്തിലും സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഖാദിയാനിൽ സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. വിഭജനത്തിന് ശേഷം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അള്ളാഹുവിന്റെയും ഹദരത്ത് ചോട്ടി ആപ്പ മർഹൂമയുടെയും നിർദ്ദേശമനുസരിച്ച് മുഹാജിങ്ങളുടെ ഇൻചാർജായി സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. അതുപോലെ വ്യത്യസ്ത പതിവുകളിൽ യജ്നായമായിൽ സേവനത്തിനുള്ള തൗഫീക്കും ലഭിച്ചിട്ടുണ്ട്. ദീർഘകാലം സെക്രട്ടറി ഷാത്തായി സേവനമനുഷ്ഠിച്ചു. 1979 മുതൽ 1986 വരെ മിസ്ബാഹ് മാസിക എഡിറ്ററായിരുന്നു. 1986 മുതൽ അവർ കനഡയിൽ താമസമാക്കി. അവിടെയും അവർ ലജ്നാ മായിലയുടെ ഉപദേശകയായി തസ്നീഫോ ഇഷാത്തിൽ കേന്ദ്ര ലജ്ന പ്രസിദ്ധീകരണ വകുപ്പിൽ താരിഖ് ലജ്നായ് മായിലയുടെ ആദ്യത്തെ 4 ഭാഗവും അൽ മസാബിഹ് അൽ അസ്ഹാർ എന്നിവ ക്രോഡീകരിക്കാൻ പൂർണ്ണ സഹായത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. അത് ചോട്ടി ആപ്പയുടെ കൂടെ 40 വർഷം സേവനത്തിന് തൗഫീക്ക് ലഭിച്ചു. അവരുടെ നേതൃത്വത്തിലാണ് നാസ്രത്ത് അഹമ്മദിയുടെ ആദ്യത്തെ ഇജ്തിമ സംഘടിപ്പിക്കപ്പെട്ടത്. അമത്തുൽ ലത്തീഫ് സാഹിബ നാസ്രാത്തിന് സെക്രട്ടറി ആയിരുന്നപ്പോൾ അവരുടെ ഭർത്താവ് ഷേഖ് ഖുർഷിദ് അഹമ്മദ് സാഹിബിനോടൊപ്പം ചേർന്ന് റാഹ ഈമാനും അഹമ്മദ് ജമാഅത്തിന്റെ വ്യത്യസ്ത ചരിത്രങ്ങളും ക്രോഡീകരിക്കുകയുണ്ടായി. ഇവരുടെ മകൻ ലൈഖ് അഹമ്മദ് ബഷീർ പറയുന്നു, ജമാഅത്തിനോ ഖിലാഫത്തിനോ എതിരിൽ എന്തെങ്കിലും കാര്യമുണ്ടായാൽ അത് കേൾക്കരുതെന്നും അഥവാ ആ കാര്യം ചെവികളിലേക്ക് എത്തിയാൽ തന്നെ അത് ഏറ്റുപറയുകയോ നാവ് കൊണ്ട് ഉച്ചരിക്കുകയോ ചെയ്യരുത് എന്നും ഉള്ള വലിയ പാഠം വീട്ടിലുള്ള എല്ലാ മക്കളെയും
ആ വന്യമാതാവ് പഠിപ്പിക്കുകയുണ്ടായി. കാരണം ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അള്ളാഹുവിന്റെ വലിയ സഹായമുണ്ട്. കൂടാതെ പറഞ്ഞു, എല്ലാ പ്രയാസങ്ങൾക്കും ഫിത്നകൾക്ക് ശേഷം അള്ളാഹുവിന്റെ അടയാളങ്ങൾ ജമാഅത്തിന് അനുകൂലമായി പ്രകടമാകുന്നതാണ്. ആയതിനാൽ നിങ്ങൾ ആവശ്യമില്ലാതെ ഫിത്നയോടൊപ്പം കൂടേണ്ട. കൂടാതെ എഴുതുന്നു, അവർ ജമാഅത്തിന്റെ ചലിക്കുന്ന ചരിത്രമായിരുന്നു. എല്ലാവരോടും വളരെ സൗഹാർദ്ദമുള്ള, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിരുന്നു. കൂടാതെ വളരെ തവക്കൽ, അർപ്പണബോധമുള്ള വ്യക്തിയും കൃഷി സേവനത്തിന് വളരെ ആവേശവും ഉണ്ടായിരുന്നു. കാനഡയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വരുന്ന പുതിയ കുടുംബങ്ങളെ അവിടെ താമസിപ്പിക്കാൻ ചുറുചുറുക്കോടെ പരിശ്രമിച്ചിരുന്നു. അവരുടെ മറ്റൊരു പൗത്രി എഴുതുന്നു, ഞങ്ങളുടെ മാതാവിനോട് ഖിലാഫത്തിന് അവരുടെ മറ്റൊരു പൗത്രി എഴുതുന്നു, ഞങ്ങളുടെ മാതാവിന് ഖിലാഫത്തിനോട് അഗാധമായ സ്നേഹമായിരുന്നു. ഞങ്ങളോട് എപ്പോഴും കാലത്തിന് ഖലീഫയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ താക്കീത് ചെയ്യുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. വളരെയധികം ചിട്ടയോടും നമസ്കാരം വളരെയധികം കൃത്യതയോടും കൂടിയും ജമാഅത്തായി നിർവഹിക്കുമായിരുന്നു. വെള്ളിയാഴ്ച പെരുന്നാൾ ദിവസമായിരുന്നു. വിശുദ്ധ ഖുർആനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, ഒരുപാട് കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ശരിയായ ഉച്ചാരണത്തോടു കൂടി ഉച്ചരിക്കാൻ താക്കീത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അവരുടെ പൗത്രൻ വക്കാസ് ഖുർഷിദ് മുറബിസില പറയുന്നു, എപ്പോഴും ദ്വായിലും പഠനത്തിലും ശ്രദ്ധ തിരിക്കുമായിരുന്നു. കുട്ടികളുടെ നല്ല ശിക്ഷണത്തിനായി ജമാഅത്തിന്റെ ചരിത്രങ്ങൾ കഥകളുടെ രൂപത്തിൽ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. അവരുടെ ഒരു പൗത്രി പറയുന്നു, മാതാമഹിക്ക് 9 പൗത്രിമാരുടെ ഭാഗ്യം സിദ്ധിച്ചു. അവർ ഞങ്ങൾ പെൺകുട്ടികൾക്ക് ലജ്നായി മായിലയുടെ ദൈവകരാറുള്ള ശിക്ഷണം മാത്രമല്ല നൽകിയത്, മറിച്ച് വിനയവും മര്യാദയും പഠിപ്പിച്ചു. ശരിയായ പർദ്ദ എങ്ങനെ ചെയ്യണമെന്നും പഠിപ്പിച്ചു. വീടിന്റെ പരിചരണവും അതിഥി സൽക്കാരവും തുന്നലും ഉറുദു എഴുതാനും വായിക്കാനും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എന്നേക്കുമുള്ള വഴികാട്ടിയായിരുന്നു. ഞങ്ങൾ പ്രായപൂർത്തിയായപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോടും ഭർത്തു കുടുംബങ്ങളോടും എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ഭർത്തു കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷവതിയാകുമായിരുന്നു. ഈ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും നല്ല കരിയർ ഉണ്ടാക്കാനും പ്രേരിപ്പിക്കുമായിരുന്നു. ജന്മദിനങ്ങൾ പോലുള്ള അനിസ്ലാമിക ആചാരങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുമായിരുന്നു. എന്നാൽ ജന്മദിനം പോലുള്ള പ്രത്യേക അവസരങ്ങളെ അവിസ്മരണീയമാക്കുകയും ചെയ്തു. കാരണം എപ്പോഴും ഒരു കുടുംബത്തെ പോലെ ഒരുമിച്ചിരുന്ന് അംദോ സന ഉസീക്ക എന്ന പദ്യം ചൊല്ലുകയും ജമാഅത്തായി ദുആ ചെയ്യാനും പ്രേരിപ്പിക്കുമായിരുന്നു. വീണ്ടും പറയുന്നു, കനഡയിൽ ഒരു അഹമ്മദി മുസ്ലിം എന്ന നിലയിൽ ഞങ്ങളുടെ പരിപാലനം ഒരു പ്രധാന ഭാഗമായിരുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെയും പാശ്ചാത്യ സമൂഹത്തെയും എങ്ങനെ ഒരേ ലക്ഷ്യത്തിൽ ഒപ്പം കൊണ്ടുപോകണമെന്നും പഠിപ്പിച്ചു. ഇത് പുതിയ തലമുറയുടെ സംരക്ഷണത്തിനായി ഉമ്മമാരുടെയും മറ്റ് മുതിർന്നവരുടെയും നിർബന്ധ കർത്തവ്യമാണ്. എങ്ങനെയാണ് ശിക്ഷ നൽകേണ്ടത്? പുതിയ തലമുറയ്ക്ക് ദീനം പഠിപ്പിക്കണം. ഈ സമൂഹത്തിൽ ഒരു വിധത്തിലുള്ള അപകർഷബോധവും കൂടാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിലേക്ക് ശ്രദ്ധിപ്പിക്കുകയും വേണം. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും കാരുണ്യത്തോടു കൂടി വർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ മക്കൾക്കും തലമുറകൾക്കും അവരുടെ നന്മകളെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان
وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر